എനിക്ക് തോന്നുന്നു കൈതപ്രം സാറിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിട്ട് പലരും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന പാട്ടാണ്. പിന്നെ സംവിധാന സാഹിബ് അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് കുറേ കാലം. അമ്മയെ പറ്റി പാടിയിട്ടുണ്ട്, അച്ഛനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അയാളുടെ ഒരു പുസ്തകം അച്ഛനെ കുറിച്ച് എഴുതിയപ്പോൾ അച്ഛനെ കുറിച്ച് അത്രയും അയാൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എഴുതിയതാണ് സാറ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ സാറിനെ കൊണ്ടൊരു പാട്ട് എഴുതിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഇന്നലെ ഗൾഫിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അയാളുടെ അച്ഛനെ പറ്റി ഒരു പാട്ട് എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയൊക്കെ നിങ്ങളെ അച്ഛനെ പറ്റിയാണെന്ന് പറഞ്ഞു. കാരണം അത് എല്ലാവരുടെ അച്ഛനും ബാധകമാണ്. അത് എനിക്കാണ് ബാധകം, ഞാനാണ് ആ അച്ഛൻ. ഇപ്പം എൻ്റെ മക്കൾക്കുള്ള അച്ഛനുണ്ടല്ലോ, അത് കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കുള്ളിലും പുഞ്ചിരി ചിറകുകൾ വിടർത്തുന്ന അച്ഛനാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ കല്ലെടുക്കുമ്പോൾ ആ വേദന ഉണ്ടെങ്കിൽ പോലും ചിറക് വിടർത്തിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ആ വേദന മുഴുവൻ അങ്ങനെയാണ്. അതുപോലെ ഒരു കവിത പാഥേയത്തിലുണ്ട്. പാപിയാണ് അച്ഛൻ, പക്ഷേ നീ വിളിക്കല്ല, അങ്ങനെ അച്ഛൻ പാപിയാണ്, പക്ഷേ അച്ഛൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. എൻ്റെ പേഴ്സണലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത് സീതയെക്കുറിച്ച് സുമുഹൂർത്തമായാലും എഴുതിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. നമ്മുടെ രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, അതിനകത്ത് ആരണ്യകാന്ഡം തേടി സീതാഹൃദയം തേങ്ങി എന്ന് പാടുന്നുണ്ട്. വാത്മീകങ്ങളിൽ ഏതോ താപസമവനോ ഉറങ്ങി. അത് ശരിക്കും അവിടെയും കൺസേൺ സീതയെക്കുറിച്ചാണ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ മുഴുവൻ സീതയേ ഉള്ളൂ. രാമൻ അവിടെ ഒരു പ്രതിമയാണ് ശരിക്കും. കാഞ്ചന സീതയെ നോക്കിയിട്ടാണ് ഇവള് പാടുന്നത് ശരിക്കും. പക്ഷേ രാമനാണ് അവിടെ പ്രതിമ, സീതയാണ് ആക്റ്റീവായിരുന്നത്. ത്രേതായുഗത്തിലെ കണ്ണിനിർമുത്തിനെ കൂടി എടുത്തോളൂ. അമ്മയോട് പറയുന്നത്, അമ്മ മുത്തുകളെ ചുമക്കുന്ന ആളാണ് അങ്ങനെ പറയുന്നുണ്ട്. ഈ മുത്തും കൂടെ അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചാടുന്നത് ശരിക്കും. മുഴുവൻ അതാണ്. അതിനകത്ത് എല്ലാ ബിംബങ്ങളും സീതയ്ക്ക് അനുകൂല. അതിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, സാർ തുടങ്ങുന്ന സമയത്ത് കുറച്ച് നീളത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകും ഈ വേളയിൽ. ഇത്രയും പേര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പണ്ട് ഗൾഫിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എല്ലാവരോടും പറയും തന്നെയാണത്. ഭയങ്കര സങ്കടം ഉള്ളതുകൊണ്ടാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്. അതാണ് എൻ്റെ കാര്യം. പൂക്കളോടും എല്ലാവരോടും അതെ, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുക. അത്രയും വേദനയുണ്ട് അവൾക്ക്. അതെ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ്. അത് മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതാണ് പറയുന്നത്. അതെ, അത് എനിക്കും അതെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇപ്പോൾ ഇവിടെ എൻ്റെ ആദ്യവസാനത്തിൽ വന്നിട്ടുള്ള ആ പയ്യനുണ്ടല്ലോ, അവൻ 16 കൊല്ലമായി എൻ്റെ കൂടെ. അവൻ അസൽ മുസ്ലിമാണ്. ഇവിടെ പൂജക്ക് ഉള്ള പൂക്കൾ വരെ അവനാണ് കൊണ്ടിരുന്നത്. എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മതേതരത്വം പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്താണ്, എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ മാനേജറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. അവൻ പിടിച്ചിട്ടുണ്ടാവും, അവിടെയും ഉണ്ടാവും. ആവശ്യമുള്ളതൊക്കെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ ഞാനും അനുസരിക്കും. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ഇതാണ് സമൂഹത്തിൻ്റെ കവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. അവൻ വേറെ ഒന്നല്ല, അവന് തോന്നുന്നതൊക്കെ ചെയ്യാം, കള്ളുപിടിക്കാം, അവന് എല്ലാ പരിപാടികളും ചെയ്യാം. ഞാൻ എഴുതുമ്പം യോഗ്യനാണെന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതം കൂടി ശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്രത്തോളം പറ്റുന്നുണ്ട് അറിയില്ല, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഞാൻ ചെയ്യും. ഇതൊക്കെ ഞാൻ പാലിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികളുടെ സ്നേഹം അത് ലോകത്തിനോടുള്ള സ്നേഹം ആയിട്ട് മാറുന്നു. ഇതൊക്കെ കവിക്ക് വേണ്ടതാണ്. അതെ, അവിടെ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സീതയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ അവസാനം സാറ് കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ, പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ, മയങ്ങുന്ന ഇത് ആശാപാശങ്ങൾ, അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം, രാമശിലയായി കൽപ്പാന്ത വാരിയിൽ എന്നാണ് ചോദിക്കുന്നത്. അധർമ്മത്തെ വെറും ശിലയായിപ്പോയി. എനിക്കങ്ങനെ ശരിയാവാൻ പറ്റില്ല, ഞാൻ ഒഴുകുന്ന വെള്ളമാണ്. സീത എങ്ങനെയാണ്? മറ്റേ ശിലയായിപ്പോയി, ശിലയായി കറുത്തുവോ കൽപ്പാന്ത. ഇത് വല്ലാണ്ട് സങ്കടമായിപ്പോയി. അതിൽ കൂടുതൽ പറയാനില്ലല്ലോ. അതെ, എന്റെ വാക്കുകളൊന്നും കേൾക്കാത്തൊരു ശിലയായി മാറിപ്പോയി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. രാമനാണ് ശില, സീത അതല്ല. സീത മനുഷ്യക്കുട്ടിയാണ്. അത് കഥകളിയിലെ അതിമനോഹരമായിട്ടുള്ളൊരു നാടകീയ രംഗമുണ്ട്. ഈ ലവണാസുരവധത്തിൽ ഈ കുതിരയെ പിടിച്ചു കെട്ടിയിട്ടുള്ള മക്കള്, ഈ ഇതിന്റെ അശ്വമേധയാഗത്തിന്റെ കുതിരയെ പിടിച്ചു കെട്ടിയല്ല. എന്നിട്ട് ഹനുമാനാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഇതുണ്ട്, ഹനുമാൻ സീതയെ കാണുന്ന ഒരു രംഗമുണ്ട്. എന്താണ് പറയുക, സുഖമോ ദേവി എന്നാണ് ചോദിക്കുന്നത്. അപ്പം മറുപടി പറയുന്നത്, മക്കളോട് പറയുന്നത്, നീ ഇതെല്ലാം അഴിച്ചിക്കള,
ഇത് ആരാണ്? എൻ്റെ അച്ഛനാണിത്. കാരണം ജനകനാണ് ജനകൻ എന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛനായിട്ട് വന്നിട്ടുള്ളത് ഇയാളാണ്. ഒരിക്കലും അപ്പോൾ ഇയാളുടെ സങ്കടം വെച്ചാൽ ഞാനാണ് കൊണ്ടുവിട്ടത് കാട്ടിൽ. പക്ഷെ എന്നാൽ പോലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണു നിറയും. എനിക്കും കണ്ണു നിറയും ഇപ്പോഴും. അതെ, അത്ര നാടകീയമായൊരു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നാടകീയമായ രംഗം അതാണ്. ഈ വാൽമീകിയുടെ ആശ്രമത്തിൽ ഇരുന്നിട്ട് അവിശ്വസിച്ചു എന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവമല്ലേ അത്. എന്നിട്ട് അവിടെ കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോവുക ഇയാള്. ഏറ്റവും പവിത്രമായിട്ട് ചൂടാമണി വരെ കൊണ്ടു കൊടുത്തിട്ടുള്ള ആളാണ്. അതിൽ ഒരു അഗ്നിസാക്ഷിയെ ഓർമ്മിക്കുന്ന ഒരു സാധനമുണ്ട് ആ പാട്ടിൽ. എന്നെയും ഞാനായി ജ്വലിപ്പിച്ച് അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിൽ കോസലരാജകുമാര എന്നുമാ സങ്കല്പ പദപത്മങ്ങളിൽ തലചായ്ച്ച് വെച്ചേ ഉറങ്ങിയുള്ളൂ. അത് തന്നെ അഗ്നിസാക്ഷിയിൽ പറഞ്ഞതാണ് അവർ. ഇതേ ഒരു കുറിപ്പ് എഴുതിയിട്ട് പിന്നെ ഭാഗവത സപ്താഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിരുന്നു. ഇവർ സ്വാമിനി കൊടുത്തയച്ചിട്ടുള്ള ആ കൂട്ടുകാരിയാണ് കൊണ്ടു കൊടുക്കുന്നത്. അതിലെഴുതിയതാണ്, അങ്ങ് എന്നെ സംശയിക്കേണ്ട, അങ്ങയുടെ സങ്കല്പ പദപത്രത്തിലുള്ള ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ വാക്കാണ് ഞാൻ സീതയ്ക്ക് കൊടുത്തത്. നമ്മളെ വായന എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉള്ളൊരു സാധനം അവിടെ ഉപയോഗിക്കാൻ പറ്റും. വായിക്കാത്ത ഒരാൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഈ രാമനെ സംബന്ധിച്ച് ആ സമയത്ത് അധികാരം ഏറ്റെടുക്കേണ്ട വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം ഭരതൻ 14 വർഷം ഭരിച്ച സ്പേസ് ആണ്, ഗതിയുടെ വെച്ച് ഭരിച്ചതാ. അപ്പോൾ വന്നിട്ട് അതൊന്ന് നോക്കി നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ അതാണ് വിധി മഹിമ അലംഘനീയമാണ് എന്ന് പറയുന്നത്. ആ വിധിയാണിത്. അതിന് രാമനും സീതയും പോലും ഇതല്ല എന്നാണ്. എല്ലാവരും അതിന് താഴെയാണ്, വിധിക്ക് താഴെയാണ്. അതിനെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പറയാമല്ലോ. വേണമെങ്കിൽ വാൽമീകി ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല, എല്ലാം സത്യം മാത്രമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളത് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാംഗുലിയം വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോർത്തുരുമ്പില് വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാരൻ. അത് അവിടെയൊന്നും വെക്കേണ്ടതല്ല. അതെ, അതാണ് ചോദ്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ത്രീപക്ഷത്തിലുള്ള ഏറ്റവും മനോഹരമായ പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീപക്ഷമാണ് ആണ്. അല്ല, എൻ്റെ എല്ലാ പാട്ടിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമലിൻ്റെ ഒരു പടത്തിലുണ്ടല്ലോ, എടാ പോടാന്നൊക്കെ പറയുന്നത് ഇഷ്ടമല്ലടാ. അതിൽ പോലും എൻ്റെ തൊട്ടുനോട്ട് ഇഷ്ടമല്ലടാ എന്നാണ് പറഞ്ഞത്. ഒരു കാര്യമില്ലടാ, ഒന്നും നടന്നിട്ട് കാര്യമില്ലടാ എന്ന് പറയും. ഞാൻ അത്രയും സ്ത്രീപക്ഷക്കാരന്. അതെ, മനസ്സുകൊണ്ട്. പക്ഷെ അത്രയും പച്ചയ്ക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല. കാരണം സാഹിത്യമാണ് നമ്മൾ എഴുതുന്നതെന്ന് വിശ്വസിക്കുമ്പോഴും സാഹിത്യം എഴുതാൻ പറ്റുന്നെങ്കിലേ അത് എഴുതാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷത്ത് നമ്മൾ അത് പറയണം, അല്ലെങ്കിൽ ആ പാട്ടുണ്ടാവില്ലായിരുന്നു. അതെ, ആ പാട്ട് എഴുതുമ്പോൾ ലാസ്റ്റ് പാട്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ട്യൂണ് കേട്ടപ്പോൾ സത്യത്തിൽ കമലിനും ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതായത് താന താനന തന്ന താന താനന അങ്ങനെ പറഞ്ഞാൽ അതിന് എന്ത് വിധം എന്ത് വേണമോ നിനക്കെന്ത് വേണമോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥമില്ല അവിടെ. അത്രയൊന്നും പോരാ. ഇഷ്ടമല്ലടാന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ വരി കൊണ്ട് തന്നെ കമൽ ഇവരെല്ലാം ഓക്കെ. പ്രൊഡ്യൂസർ ഇവനാണ്, ലാലാണ്. ലാലു ഓക്കെ. ബാക്കി പാട്ട് കേൾക്കാനൊന്നുമില്ല. ഞങ്ങളത് പൂർത്തിയാക്കിയിട്ടേ സ്ഥലം വിട്ടിട്ടുള്ളൂ.